ഇസ്ലാമിന്റെ വഴി ഒന്നേ ഉള്ളൂ. പക്ഷെ ഇന്നിപ്പോ ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് വഴികൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതിൽ ഏതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ വഴി എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ചില ആളുകൾ പറയും എല്ലാം ഇസ്ലാമല്ലേ, അവിടെ മുസ്ലിമീങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ പറയും ഞങ്ങളാണ് ഇസ്ലാമിന്റെ ആൾക്കാർ. അതിന് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂറത്ത് മാഇദയുടെ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും അൽ ഇസ്ലാമ ദീന അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ആ ഒരു അൽ ഇസ്ലാം ഉണ്ടല്ലോ, ഒരു അലിഫ്ലാമുള്ള ഇസ്ലാമാണ് അള്ളാഹ് പൂർത്തിയാക്കി. അപ്പൊ ആ അൽ ഇസ്ലാം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ ഈ ആയത്തിറങ്ങി പൂർത്തിയാക്കിയ ഒരു അൽ ഇസ്ലാമുണ്ട്. എല്ലാ ഇസ്ലാമും അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കിയ ഒരു ഇസ്ലാമുണ്ട്. അല്ലാഹു റളീതു ലക്കും എന്ന് പറഞ്ഞ ഒരു ഇസ്ലാമുണ്ട്. ആ ഇസ്ലാം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞു ഫമൻ യബ്തഗി ഗൈറ അൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് പ്രവാചകൻ പൂർത്തിയാക്കിയ ആ അൽ ഇസ്ലാം ഉണ്ടല്ലോ, ആ അൽ ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും ദീനായിക്കൊണ്ട് സ്വീകരിച്ചാൽ അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പൊ അത് ഏതാണ് അൽ ഇസ്ലാം? റസൂലുള്ളാഹിന്റെ കാലത്തുള്ളത് അതന്നെ അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉള്ളത് എന്താണോ അതെല്ലാം ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള വിശ്വാസം, കർമ്മം, ആചാരം, നടപടിക്രമങ്ങള്, സുന്നത്തുകള് എല്ലാം അൽ ഇസ്ലാമാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത വിശ്വാസം, റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത ആചാരങ്ങൾ, പ്രവാചകന്റെ കാലത്തില്ലാത്ത നടപടിക്രമങ്ങൾ, ഇതൊന്നും ആ അൽ ഇസ്ലാമിൽ എന്ത് ചെയ്യൂല, അതിനെ പുറത്താണ്. അപ്പൊ ഇതാണ് ഹക്കും ബാത്തിലും മനസ്സിലാക്കാനുള്ള മാനദണ്ഡം.